വളാഞ്ചേരി നഗരസഭയിലെ സുപ്രധാന വാർഡുകളിലൊന്നായ വാർഡ് 19 മൂച്ചിക്കലിലാണ് ലീഗിന് വിമത ഭീഷണിയുമായി മുൻ KMCC നേതാവും ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയുടെ സഹോദരനുമായ ജാഫർ നീറ്റുകാട്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത്. ലീഗ് വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അലി നീറ്റുകാട്ടിലിന്റെ അനിയനും മുൻ KMCC നേതാവുമാണ് ജാഫർ നീറ്റുകാട്ടിൽ. തന്റെ ജന്മദേശമായ ദ്വീപ് ഉൾപ്പെടുന്ന മൂച്ചിക്കൽ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം പാർട്ടി നേതൃത്വം പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് ജാഫർ വ്യക്തമാക്കി. അങ്ങനെ പാർട്ടി പരിഗണിക്കാത്തത് എന്ന് പറഞ്ഞാൽ പാർട്ടി യഥാർത്ഥത്തിൽ ഇപ്രാവശ്യം പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം എനിക്ക് തരണം, എനിക്ക് കിട്ടേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസം കൊണ്ടാണ് ഞാനത് അവരോട്, എൻ്റെ പാർട്ടി നേതാക്കളോട് ഇപ്രാവശ്യം എൻ്റെ വാർഡിലെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾ എനിക്ക് അനുവദിക്കണം, വാർഡ് കമ്മിറ്റിയോടൊക്കെ പറഞ്ഞ് എന്നെ പരിഗണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിക്കാൻ ഒരു ലെവലേശം പോലും നേതൃത്വം അഥവാ മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ശ്രമിച്ചില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്രാവശ്യം ഒരു 3 വർഷത്തോളമായി ഞാൻ ഗൾഫിൽ നിന്നൊക്കെ വന്ന് പ്രവാസ ലോകത്തു നിന്നൊക്കെ അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിട്ട് പോലും ആ നാട്ടുകാരുടെ ഒരു വളരെ കാലങ്ങളായിട്ടുള്ള ആവശ്യം ഇക്കുറി ജാഫറാക്ക നാട്ടിലുണ്ട്, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതൊന്നും പാർട്ടി പരിഗണിക്കാതെ മാറി നിന്നതാണ്. അല്ലാതെ പാർട്ടിയോട് ഒരു വിയോജിപ്പോ ഒന്നുമല്ല. പ്രാദേശിക ലീഗ് നേതൃത്വം എന്തോ അവരെന്താണ് ഉദ്ദേശിക്കണതെന്ന് എനിക്ക് പറയാൻ പറ്റണില്ല. അവരോട് വളരെ സൗഹാർദ്ദ രീതിയിൽ സുഹൃത്തുക്കളെ നിലക്കൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടുത്തെ വളാഞ്ചേരിയിലെ എല്ലാ ആളുകൾക്കും എന്നെ പറ്റി അറിയാം. പക്ഷേ സ്ഥാനാർത്ഥിത്വം എനിക്ക് എന്ന രീതിയിലുള്ള ഒരു ചർച്ച പോലും, ഒരു മനസ്സ് പോലും അവരുടെ മനസ്സിൽ വന്നിട്ടില്ല ഇതേവരെ. അപ്പോൾ സ്ഥാനാർത്ഥിത്വം മറ്റൊരാൾക്ക് എന്നുള്ളതാണ് അവർ പരിഗണിച്ചത്. അപ്പോൾ ആ ഒരു പ്രതിഷേധമാണ് ഇങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ പാർട്ടി വഴങ്ങിയില്ല. ജയിച്ചാലും പിന്തുണ വേണ്ടെന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജാഫർ നീറ്റുകാട്ടിൽ വ്യക്തമാക്കി. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വതന്ത്രനായി തന്നെ നിൽക്കുക എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനെൻ്റെ നേതാക്കളോട് സംസാരിച്ചിരുന്നു. പിന്നെ ഞാനിങ്ങനെ മത്സരിക്കട്ടെ, 2 കൂട്ടരും അങ്ങനെ കോണിച്ചിഹ്നത്തിലൊരാളും സ്വതന്ത്രനായി ഞാനും മത്സരിക്കട്ടെ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ UDF ആവും, മുസ്ലിം ലീഗ് ആവും എന്ന് പറഞ്ഞപ്പോൾ നേതാക്കൾ എന്നോട് പറഞ്ഞത്, ഈ തിരഞ്ഞെടുക്കപ്പെട്ടാൽ UDF ആകണ്ട, ഈ മുസ്ലിം ലീഗ് ആവണ്ട, എൻ്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാർട്ടി നമ്മളെ വഞ്ചിച്ചതായിട്ടൊന്നുമില്ല, നമുക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്ക് കുറേ കാലമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ഥാനാർത്ഥി വരണം എന്നുള്ളത്. അപ്പോൾ 1983 മുതൽ സജീവ രാഷ്ട്രീയത്തിലുള്ള ജാഫർ നീറ്റുകാട്ടിൽ ഞങ്ങൾക്ക് എല്ലാം അംഗീകരിക്കാൻ പറ്റുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു നല്ലൊരു പ്രവർത്തകനാണ്. കുറച്ചു കാലം അദ്ദേഹം പ്രവാസ ജീവിതം നയിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും അവിടെ നിന്ന് വരെ KMCCയുടെ ഭാഗമായിട്ടും നാട്ടിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ആയിട്ടും മാക്സിമം സഹകരിച്ച് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാനും ഞങ്ങളിൽ ഇടയിൽ പാർട്ടിനെ വളർത്താനൊക്കെ സഹായിച്ചത് ജാഫർ നീറ്റുകാട്ടിലെ പോലുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഞങ്ങളുടെ നാടിൻ്റെ ആവശ്യമാണ്. മൂച്ചിക്കൽ ദ്വീപ് എന്നിങ്ങനെ 2 ഭാഗങ്ങളാണ് മൂച്ചിക്കൽ ഡിവിഷൻ ഉള്ളത്. 2 ഭാഗങ്ങളിലുമായി 1000-ൽ പരം വോട്ടുകളുമുണ്ട്. എന്നാൽ 100 കണക്കിന് വരുന്ന ദ്വീപ് പ്രദേശത്തെ ലീഗ് അണികളെ പ്രതിനിധീകരിക്കാൻ ഒരു സ്ഥാനാർത്ഥി എന്ന ആവശ്യത്തോട് പാർട്ടി മുഖം തിരിച്ചെന്നും അതിൽ പ്രതിഷേധിച്ചാണ് സ്ഥാനാർത്ഥിത്വമെന്നും ജാഫർ നീറ്റുകാട്ടിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പറയുന്നു. ഇതുവരെ പാർട്ടി വിട്ടിട്ടില്ലെന്നും സ്ഥാനാർത്ഥിയാകുന്നതോടെ പാർട്ടി പുറത്താക്കുമെന്നറിയാമെന്നും ജാഫർ വ്യക്തമാക്കി. എന്നാലും എക്കാലവും ലീഗ് ആദർശത്തോട് ചേർന്ന് നിൽക്കും. വാർഡിൽ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കിയ ജാഫർ നീറ്റുകാട്ടിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. വിജയിച്ചാൽ അണികളുടെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിലപാടെടുക്കുക. ജലാൽ മാനുവാണ് ഇവിടെ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. Is